അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളുടെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഹജ്ജ് മാസം, അതാ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് നാളെ ആഗതമാകാൻ പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒട്ടനവധി ശ്രേഷ്ഠതകളും പവിത്രതകളും ഒരുമിച്ചു കൂടിയ മാസമാണ് ദുൽഹിജ്ജ മാസം. അഥവാ ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജ് വരുന്നുണ്ട്, ഉളുഹിയ്യത്ത് വരുന്നുണ്ട്, സുന്നത്തായ നോമ്പ് വരുന്നുണ്ട്, നിസ്കാരം വരുന്നുണ്ട്, പെരുന്നാൾ നിസ്കാരം വരുന്നുണ്ട്, ദാനധർമ്മങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സൽക്രമങ്ങളും ഒരുമിച്ചു കൂടിയ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമായി മഹാന്മാര് പരിചയപ്പെടുത്തിയത് ദുൽഹിജ്ജ മാസമാണ്. ആ ദുൽഹിജ്ജ മാസത്തിൽ ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ധാരാളം തസ്ബീഹുകൾ ചൊല്ലുക, ധാരാളം ദിക്റുകൾ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഓതുക. ഇങ്ങനെ തുടങ്ങി കണക്കില്ലാത്ത ഇബാദത്തുകൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഈ ദുൽഹിജ്ജ മാസത്തില് ഈ 10 ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് 200 പ്രാവശ്യം ഓരോ ദിവസവും നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. 200 പ്രാവശ്യം ഈ സൂറത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും, വലിയ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. നാം ഓതേണ്ട സൂറത്ത് ഏതാണ്? മഹാന്മാര് പറയുന്നു, സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ മഹത്തായ സൂറത്ത് ഇനിയുള്ള 10 ദിവസങ്ങളിൽ ഓരോ ദിവസവും 200 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാം സൂറത്തുൽ ഇഖ്ലാസ് പരിശുദ്ധ ഖുർആനിലെ അത്ഭുതങ്ങൾ നിറഞ്ഞ സൂറത്താണ്. ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഓതിയ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത, പരിശുദ്ധ ഖുർആൻ ഖത്തം തീർത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും. 10 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കൊട്ടാരം നിർമ്മിച്ചു തരുമെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ അവന്റെ ദാരിദ്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും. ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ 2 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അവന്റെയും അവന്റെ കുടുംബക്കാരുടെയും ദാരിദ്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കും. ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെയും അവന്റെ കുടുംബക്കാരുടെയും അവന്റെ അയൽവാസികളുടെയും പട്ടിണി, ദാരിദ്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കുമെന്ന് മഹത്തുക്കൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ ആ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവരും 200 പ്രാവശ്യം പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഇഖ്ലാസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ, ദാരിദ്ര്യത്തിന് തൊട്ട് കാക്കണേ റഹ്മാനെ, സമാധാനം നൽകണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഹജ്ജിന് പോയവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് നല്ല ആരോഗ്യത്തോടുകൂടെ നാട്ടിലേക്ക് തിരിച്ചു നുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാൻ, ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.